ഹായ് ഗായ്സ്, പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധനുഷ്കോടിയിൽ നിന്ന് നമ്മൾ നേരെ വന്നത് ഒരു ദേവിയുടെ അമ്പലത്തിലായിരുന്നു. അമ്പലത്തെ പറ്റി വലിയ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. പിന്നെ നമ്മൾ അവിടെ നേരെ പോയത് ഹൗസ് ഓഫ് കലാമിലേക്കാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ജനിച്ച് വളർന്ന വീട്ടിലേക്ക്. അവിടെ ഇപ്പോൾ ഇതൊരു മ്യൂസിയം പോലെ പ്രവർത്തിക്കുകയാണ്. അവിടെ അദ്ദേഹം യൂസ് ചെയ്ത എല്ലാ തിങ്സും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പഠിച്ച ബുക്സ്, കിട്ടിയ അവാർഡ്സ് എല്ലാമേ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ തന്നെ ഭാഗമായിട്ട് ഒരു സ്റ്റോൾ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ പോയി ഏത് തിങ്സ് വേണം വാങ്ങാം. പക്ഷേ എല്ലാത്തിനും ഭയങ്കര വിലയാണ് ഗൈസ്. നമ്മുടെ കൂടെ വന്ന ഒരു സാറിന്റെ തന്നെ ഫ്രണ്ടിന്റെ ഹോട്ടലായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ റൂം എല്ലാം ഫ്രീ ആയിരുന്നു, ഫുഡെല്ലാം ഫ്രീ ആയിരുന്നു. റൂം എല്ലാം നല്ലതായിരുന്നു, നല്ല ക്ലീൻ നീറ്റായിരുന്നു. ഫുഡും അതുപോലെ എല്ലാം സൂപ്പറായിരുന്നു. നല്ലതായിട്ട് ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഓട്ടക്കാരൻ സീ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ് യൂട്യൂബ് ചാനലുണ്ട്. അവരിങ്ങനെ ഈ അച്ചാറിൻ്റെ ഒക്കെ ഒരു ഫാക്ടറി പോലെ വെച്ചിട്ടുണ്ട്. അവിടെ കയറി നമ്മൾ അച്ചാറെല്ലാം വാങ്ങിച്ചു. പാമ്പൻ ബ്രിഡ്ജിലൂടെ പോയപ്പോൾ ഒരു ആഗ്രഹമായിരുന്നു ആ റെയിൽവേ ട്രാക്കിലൂടെ ട്രെയിൻ പോകുന്നത് കാണാം. തിരിച്ചു വന്നപ്പോൾ അത് ഏതായാലും കറക്റ്റായിട്ട് നടന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയത് നമുക്ക് നേർച്ചയുള്ള ദേവിപട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അമ്പലത്തിലോട്ടായിരുന്നു. നവഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്താണ് അവിടുത്തെ പ്രതിഷ്ഠ. അതും എനിക്ക് എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. പക്ഷേ എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഇല്ല, മറന്നുപോയി. ഞാൻ അവിടെ പോയി കടലിൽ കുളിച്ച് അവിടെ തന്നെ ഡ്രസ്സ് മാറ്റിയിട്ട് അവിടെ തന്നെ ഡ്രസ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ വന്നു. അവിടെ നിന്ന് നേരെ പോയത് ഒരു മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിലോട്ടാണ്. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ ഒരു കടയിൽ കയറി ടീ സ്നാക്സ് എല്ലാം കഴിച്ച് റിലാക്സ് ആയി എൻജോയ് ചെയ്ത് പിന്നെ നമ്മുടെ വീട്ടിലോട്ട്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.